ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിയാണ് 102 എന്ന് പറയുന്ന മാജിക് നമ്പറിലേക്ക് UDF എത്തിയത്. വലിയ തോതിലുള്ള ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്നപ്പോൾ തനിക്കൊണം കാണിക്കാൻ തുടങ്ങി. ഒരു വർഷം മുൻപ് മുതൽ VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്, കാലിയാണ്. മറ്റൊന്ന്, കേരളം വലിയ കടത്തിലാണ്, 6 ലക്ഷത്തിലധികം കടമുണ്ട്. ഒരു വർഷം മുൻപ് പറഞ്ഞു തുടങ്ങിയാണ് 6 ലക്ഷത്തിലധികം കടമുണ്ടെന്ന്. എന്ന് വെച്ചാൽ ഒരു വർഷം കൂടി കഴിയുമ്പോൾ അത് 7-7.5 ലക്ഷം ആവേണ്ടതാണ്. എന്നാൽ ഒരു സർക്കാരിൻ്റെ ധനസ്ഥിതി വിലയിരുത്താനുള്ള ഒരു പരിപാടിയാണ് ധവളപത്രം, വൈറ്റ് പേപ്പർ ഇറക്കുക. ആ പരിപാടി നടത്തി. സാധാരണഗതിയിൽ വൈറ്റ് പേപ്പർ ഇറക്കേണ്ടത് ആരാണ്? ധനകാര്യ വകുപ്പാണ് ഇറക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ, അതായത് ഈ VD സതീശൻ്റെ കീഴിലാണ് ധനകാര്യ വകുപ്പ്. ആ ധനകാര്യ വകുപ്പ് സ്വന്തം കയ്യിലുണ്ടായിട്ട് പോലും മൂപ്പർ പുറത്തുനിന്ന് ഒരു ഏജൻസിയെ വെച്ചുകൊണ്ടാണ്, ചില ആളുകളെ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന ധവളപത്രം ഇത്തവണ പുറത്തിറക്കിയത്. അങ്ങനെ പുറത്തിറക്കിയ ധവളപത്രത്തിലും ഈ കടം എത്രയാണെന്ന് പറയുന്നുണ്ട്. അത് 5,07,000 കോടി രൂപയാണ്. ഒരു വർഷം മുമ്പ് 6 ലക്ഷം കോടി രൂപ കടമാണ് എന്ന് പറഞ്ഞ സതീഷിന് അച്ഛ നുണയാണെന്ന് പറഞ്ഞതെന്നുള്ളത് ഈ ധവളപത്രം തന്നെ സാക്ഷ്യപ്പെടുത്താണ്. പൂച്ച വെച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞ ഖജനാവിനകത്ത് മുൻപ് തന്നെ വിവരാവകാശ രേഖ പ്രകാരം 5,500ഓളം കോടി രൂപ ബാക്കിയുണ്ടെന്നും ബോധ്യപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ആ ധവളപത്രത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൊച്ചി മെട്രോ ഉണ്ടല്ലോ, ആ കൊച്ചി മെട്രോ പ്രതിമാസം ഓരോ മാസവും 35 കോടി രൂപ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന വലിയൊരു നുണയാണ്. യഥാർത്ഥത്തിൽ കൊച്ചി മെട്രോ നഷ്ടത്തിലാണോ ഇപ്പോൾ ഓടുന്നത്? മുൻപ് നഷ്ടത്തിൽ ഓടിയിരുന്നു, ഇപ്പം നഷ്ടത്തിലാണ് ഓടുന്നത്. മാതൃഭൂമി ഇന്ന് ചെയ്ത ഒരു വാർത്ത, അതൊന്ന് കേട്ടിട്ട് വരാം. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ പറയുന്നത് പോലെ കൊച്ചി മെട്രോ നഷ്ടത്തിലാണോ ഓടുന്നത്? കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ കണക്കുകൾ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനങ്ങളിലൊന്നായ കൊച്ചി മെട്രോ പ്രതിമാസം 35 കോടി രൂപ നഷ്ടത്തിലാണെന്നാണ് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ വെച്ച ധവളപത്രം വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ നഷ്ടക്കണക്കിന്റെ വിശദാംശങ്ങൾ ധവളപത്രത്തിൽ ലഭ്യവുമല്ല. കൊച്ചി മെട്രോ ഔദ്യോഗികമായി പുറത്തുവിട്ടുള്ള ലാഭനഷ്ട കണക്കിന്റെ മറ്റൊരു കണക്ക് നമുക്ക് നോക്കിയാലോ. ആ കണക്കുകൾ ഇപ്രകാരമാണ്. 2024-2025 വരെയുള്ള 3 സാമ്പത്തിക വർഷത്തിൽ മെട്രോ പ്രവർത്തന ലാഭം നേടി. 2024-2025 മാത്രം 33.34 കോടി രൂപയാണ് മെട്രോ പ്രവർത്തന ലാഭം നേടിയത്. 2023-2024 വർഷത്തിൽ 22.94 കോടി രൂപയും അതിന് മുൻപത്തെ വർഷം 5.53 കോടി രൂപയുമായിരുന്നു പ്രവർത്തന ലാഭം. വരവും ചെലവും അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തന ലാഭം കണക്കാക്കിയിരിക്കുന്നത്. അതായത് ചെലവിനേക്കാൾ ഉയർന്ന വരുമാനം കഴിഞ്ഞ 3 വർഷങ്ങളിലും മെട്രോ നേടി. കൊച്ചി മെട്രോ ഓടി തുടങ്ങിയ 2017-2018 സാമ്പത്തിക വർഷത്തിൽ 24.19 കോടിയായിരുന്നു പ്രവർത്തന നഷ്ടം. ആദ്യ 5 വർഷം നഷ്ടത്തിൻ്റെതായിരുന്നു. എന്നാൽ 6ാം വർഷം മുതൽ മെട്രോ പ്രവർത്തന ലാഭത്തിലേക്ക് വന്നു. ടിക്കറ്റ് വരുമാനമാണ് മുഖ്യം. എങ്കിലും ടിക്കറ്റ് ഇതര വരുമാനവും കൺസൾട്ടൻസി സർവീസും അതോടൊപ്പം ഇതര വരുമാനങ്ങളും കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ട്. 2024-25 വർഷത്തിൽ ആകെ ലഭിച്ച വരുമാനം 182.37 കോടി രൂപയായിരുന്നു. ഇതിൽ 111.88 കോടി രൂപ ടിക്കറ്റ് വരുമാനത്തിൽ നിന്നായിരുന്നു. 55.41 കോടി രൂപ ടിക്കറ്റ് ഇതര വരുമാനവും 1.56 കോടി രൂപ കൺസൾട്ടൻസി സർവീസിൽ നിന്നുമാണ് ലഭിച്ചത്. വരുമാനം കൂടുതലായി, ലാഭം കൂടി കൊച്ചി മെട്രോക്ക്. ഇതാണ് വസ്തുത. കഴിഞ്ഞ 3 വർഷമായിട്ട് കൊച്ചി മെട്രോ ലാഭത്തിലേക്ക് പോകുമ്പോഴും സതീഷിൻ്റെ ധവളപത്രം പറയുന്നത് പ്രതിമാസം, ഇങ്ങനെ പ്രതിവർഷമല്ല, പ്രതിമാസം 35 കോടി രൂപ നഷ്ടത്തിലാണ്. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള എത്ര കോടി നഷ്ടത്തിലാണെന്നാണ് ധവളപത്രം പറഞ്ഞു വെക്കുന്നത്. എന്തിനായിരിക്കും ഈ കൊച്ചി മെട്രോ നഷ്ടത്തിലാണെന്നുള്ള ഈ കള്ളക്കണക്ക് സതീശൻ പറയുന്നത്? എങ്ങനെയാണ് ആ കണക്ക് കള്ളക്കണക്കായിട്ട് അവതരിപ്പിക്കുന്നത്? അവിടെയാണ് സതീശൻ്റെ കാഞ്ഞ ബുദ്ധി. അതിനു വേണ്ടിയിട്ടാണ് സതീശൻ പുറത്തുനിന്ന് ഒരു സമിതിയെ നിശ്ചയിച്ചുകൊണ്ട് ഈ ധവളപത്രം തയ്യാറാക്കിയത്. വളരെ കൃത്യമായിട്ട് പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഞാനൊരു ചെറിയ ക്വാർട്ടേഴ്സ് പണിതു. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെലവഴിച്ചത് 10 ലക്ഷം രൂപയാണ്. എനിക്ക് ഒരു മാസം അതിൽ നിന്ന് 10,000 രൂപ വെച്ച് വാടക കിട്ടുമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ലാഭവും നഷ്ടവും കണക്കാക്കുമ്പോൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? മൊത്തം ചിലവാക്കിയ 10 ലക്ഷത്തിൽ നിന്ന് ഈ 10,000 കഴിച്ചിട്ട് ബാക്കിയൊക്കെ എനിക്ക് നഷ്ടമാണെന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണോ ചെയ്യേണ്ടത്? ആ രീതിയാണ്. എന്ന് വെച്ചാൽ മൊത്തം നിർമ്മാണ ചെലവിൽ നിന്ന് ഇതുവരെ വന്ന വരുമാനം കഴിച്ചിട്ട് ബാക്കിയൊക്കെ നഷ്ടമായിട്ട് കണക്കാക്കുകയാണ് യഥാർത്ഥത്തിൽ സതീഷിൻ്റെ യുക്തിയിൽ തെളിഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രതിമാസം 35 കോടി രൂപ നഷ്ടമാണെന്ന് പറയുന്നത്? അവിടെയാണ് നമ്മൾ സതീഷിനെ മനസ്സിലാക്കേണ്ടത്, UDFനെ മനസ്സിലാക്കേണ്ടത്. അവർ ഇത് കച്ചവടം ഉറപ്പിക്കാൻ റെഡിയായിരിക്കുകയാണ്.
കൊച്ചി മെട്രോ ലാഭത്തിലാണെന്നുള്ള പ്രവർത്തന റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ വാങ്ങിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും. പക്ഷേ അത് ഇപ്പോൾ വിൽക്കാൻ എന്ത് വേണം? അത് നഷ്ടത്തിലാണെന്ന് ബോധ്യപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടാണ് കൊച്ചി മെട്രോ നിർമ്മിക്കാൻ ആവശ്യമായ മൊത്തം ചെലവിൽ നിന്ന് എത്ര വരുമാനം വന്നു ബാക്കിയൊക്കെ നഷ്ടമാണെന്ന് വരുത്തി തീർത്തിട്ട് ഒരു ധവളപത്രത്തിലൂടെ പുറത്തു കാണിച്ചത്. അതാണ് സതീഷിന്റെ കാഞ്ഞ ബുദ്ധി. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇലക്ഷന്റെ റിസൾട്ട് അറിയുന്നതിന് തൊട്ട് മുൻപ് സതീശൻ ഒരു യാത്ര നടത്തിയിട്ടുണ്ടല്ലോ. യാത്രയിൽ കൂടിയ ആൾ നോക്കണം. SIT സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്ത ഒരാളെ കൂടെ കൂട്ടിയിട്ട് ചാർട്ടേഡ് വിമാനത്തിൽ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ചാർട്ടേഡ് വിമാനത്തിൽ സതീശൻ മംഗലാപുരത്തേക്ക് പോകുന്നു. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഒരു കോൺഗ്രസ് നേതാവിനെ അവിടെ പോയി കണ്ടില്ല, ഒരാളും അറിഞ്ഞില്ല. ഇവിടുന്ന് പോകുന്നത് ഒരു കോൺഗ്രസ് നേതാവും അറിഞ്ഞില്ല, ഒരു UDF നേതാവും അറിഞ്ഞില്ല. അങ്ങനെ പോയ സതീശൻ അവിടെ പോയി കണ്ടതാരെയാണ്? NDA, BJPയുടെ ഘടക കക്ഷിയായിട്ടുള്ള NDAയിലെ ഒരു പ്രധാന കക്ഷിയുടെ നേതാവിനെ. പിന്നെ കണ്ടത് ആരെയാണ്? അദാനി എന്ന് പറയുന്ന ആഗോള ഭീമൻ മുതലാളിയുടെ ഒരു പ്രതിനിധിയെ. എന്ത് കച്ചവടമാണ് അവിടെ ഉറപ്പിച്ചത്? ഒരു ദിവസത്തെ ഒരു ചെറിയ വാർത്തയ്ക്കപ്പുറം നമ്മുടെ മാധ്യമ മലരുകൾ ആരെങ്കിലും ഇയാളോട് ഈ കാര്യത്തെക്കുറിച്ച് പിന്നീട് ചോദിച്ചോ? ഒറ്റ ദിവസം ഒരു ചോദ്യം അവസാനിച്ചു. എന്തിനാണ് ആ ചാർട്ടേഡ് വിമാനത്തിൽ നിങ്ങൾ പോയത്? എന്തിനാണ് ഇന്ന ആളുകളെ കണ്ടത്? ആ ചോദ്യം പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും സതീശൻ നേരിടേണ്ടി വന്നില്ല. അത് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണത്. ഈ മെട്രോ വാങ്ങിക്കാൻ പല ആളുകളും തയ്യാറായിട്ടുണ്ടാവും. അവരുമായിട്ടുള്ള ഉടമ്പടി ആരൊക്കെയുമായിട്ട് ഇയാൾ നടത്തിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ ഈ പറയുന്ന ധവളപത്രം ഇറക്കുന്നതിലൂടെ സതീശൻ ലക്ഷ്യം വെക്കുന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഒരു ക്ഷേമ പദ്ധതികളും ഇനി ഇവിടെ നടത്താൻ കഴിയില്ല എന്ന് വരുത്തി തീർക്കാനാണ്. വലിയ കടമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ധവളപത്രം ഇറക്കുന്നു. അതേപോലെ തന്നെ സംസ്ഥാന ഖജനാവിൽ പൂച്ച കെട്ടിടക്കുകയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ധവളപത്രം ഇറക്കിയിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്? ആന്റണിയെ കൂട്ടിയിട്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞ് കുറച്ച് കയ്പ് നീര് കുടിക്കേണ്ടി വരും, മുണ്ടൊന്ന് മുറുക്ക് കുടിക്കേണ്ടി വരുമെന്ന് ആദ്യം തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രിയായി തീരുമാനിച്ച ഉടനെ തന്നെ ആന്റണിയെ പോയി കണ്ടിട്ട്, അതിൽ എക്സ്പേർട്ടാണ് ആന്റണി, അതുകൊണ്ട് ആന്റണിയെ പോയി കണ്ടിട്ട് ആന്റണിയെ കൊണ്ട് പറയിപ്പിച്ചു സതീശൻ. അപ്പോൾ വരുന്ന നാളുകൾ ക്ഷേമ പദ്ധതികളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, സ്ത്രീ സുരക്ഷാ പെൻഷൻ അവസാനിപ്പിച്ചു. ഗോവിന്ദ കിട്ടുന്നില്ല. സ്ത്രീ സുരക്ഷാ പെൻഷന് അതിൻ്റെ തുടക്കമായിരുന്നു. ആ തുടക്കത്തിൽ തന്നെ ഏകദേശം 17 ലക്ഷത്തോളം സ്ത്രീകൾക്ക് അത് കിട്ടിയിരുന്നു. 17 ലക്ഷം സ്ത്രീകൾക്ക് 1000 വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 170 കോടി രൂപ വേണം. ആ 170 കോടി രൂപ കൊടുത്തിട്ടില്ല. എന്നാൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഞാൻ തൊട്ടുമുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുമാണ്, ആശാ വർക്കർമാർക്ക് 3000 രൂപ കൂട്ടി വലിയ കയ്യടി നേടി. കേരളത്തിൽ ആകെയുള്ള ആശാ വർക്കർമാർ 26,000 ചില്ലാൻ ആളുകൾ. അവർക്ക് ആകെ കൊടുക്കേണ്ട ഒരു മാസം കൊടുക്കേണ്ട എക്സ്ട്രാ ചെലവ് എന്താണ്? ഈ 3000 കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 8 കോടി പോലും തികയില്ല. 7 കോടിക്ക് താഴെയാണ് വരിക. 8 കോടി രൂപ ചെലവഴിച്ച് 170 കോടി രൂപ മുക്കിയ സതീഷിന് കയ്യടി വാങ്ങിച്ചു. അതാണ് സതീഷിൻ്റെ മിടുക്ക്. അതുകൊണ്ട് വരുന്ന നാളുകളിൽ നിങ്ങൾ ഓർത്തോ, ക്ഷേമ പദ്ധതികൾ ആകെ തകിടം മറിയും, വികസന പദ്ധതികൾ ആകെ തകിടം മറിയും. പകരം പുതിയ ഖജനാവ് നിറക്കാൻ പുതിയ പദ്ധതി എന്ന് പറഞ്ഞിട്ട് പുതിയ നികുതികൾ വരും. അദ്ദേഹം അതിൻ്റെ സൂചന തന്നു. ഞങ്ങൾ ഖജനാവ് നിറക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. പൂവിൽ നിന്ന് വണ്ട് തേൻ കുടിക്കുന്ന പോലെ, പൂവറിയാതെ തേൻ കുടിക്കുന്ന പോലെ ജനങ്ങളറിയാതെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കും ഞങ്ങൾ. അങ്ങനെ ഖജനാവ് നിറക്കും. ഖജനാവ് നിറക്കുമ്പോൾ ഈ പദ്ധതികൾ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ ഈ സർക്കാർ മേഖലയിലുള്ള എല്ലാ സംവിധാനങ്ങളും തകിടം മറിയാൻ പോകുന്നു. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ സൂചനയാണ് ഇന്ന് ആരോഗ്യമന്ത്രി മുരളി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഈ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരും എന്നുള്ള സൂചന ഇന്ന് തന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിക്കാൻ പോകുന്നത്. അത് നമുക്ക് ഈ 10 വർഷം മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ വാർത്തകളൊന്ന് ചികഞ്ഞു നോക്കിയാൽ അറിയാം. 43% സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ പൂട്ടാൻ നിശ്ചയിച്ച ഒരു സർക്കാരായിരുന്നു അത്. അവിടെ നിന്നാണ് സർക്കാർ സ്കൂളുകളെല്ലാം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഹൈടെക് സ്കൂളുകളാക്കി മാറ്റിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെട്ടത്. അതിനുവേണ്ടി ഒരു സംരക്ഷണ യജ്ഞം എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങിയിട്ടാണ് കോടിക്കണക്കിന് രൂപ ആ മേഖലയിൽ ചെലവഴിച്ച് നമ്മുടെ മക്കൾ സൗജന്യമായിട്ട് പഠിക്കുന്ന വിദ്യാലയങ്ങളുണ്ടാക്കി. നമ്മളുടെ ആരോഗ്യ മേഖലയിൽ കൂടുതൽ ആശുപത്രികൾ വന്നത്. എന്നാൽ അതിനൊക്കെ തകർക്കുന്ന രീതിയിൽ വാർത്തകൾ പൊലിപ്പിച്ച് കാണിച്ച് ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകൾ മാത്രം എടുത്ത് കാണിച്ച് വലിയ തോതിൽ പ്രചരണം അഴിച്ചു വിട്ടിട്ട് ഇപ്പോൾ അതൊക്കെ ആവർത്തിക്കുമ്പോഴും മൗനം പാലിച്ചുകൊണ്ട് ഈ മുടന്ത ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ കച്ചവടം ഉറപ്പിച്ച് കഴിഞ്ഞു. ആരുമായിട്ടാണ് കച്ചവടം എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. വരുന്നുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള വാർത്ത കൂടി നമുക്കറിയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.